ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ യെല്ലോ കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കണം. നന്നായി മടക്കിയതിന് ശേഷം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് ഒരു പെറ്റൽസിൻ്റെ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 4 ഭാഗവും മടക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യരുത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താം. അപ്പോൾ ഇതിപ്പോൾ സൈസ് ഒരുപാട് കൂടിയ പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ബോട്ടിലെ വലുപ്പത്തിനനുസരിച്ച് സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാനിച്ചിരി സൈസ് കുറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പെറ്റൽസ് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മളിവിടെ കുറേ പെറ്റൽസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലത്തെ 2 മുട്ടുകളൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മൾ 4 പെറ്റൽസൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ തണ്ടുകൾക്കായിട്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഏത് പേപ്പറാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിനെ ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ ഫുള്ളൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അതല്ല വുളൻ ത്രെഡ് കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പശ, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഏത് പേപ്പർ ഒട്ടുന്നതാണ്, സാധാ പശയാണെങ്കിലും ഫെവിക്കോളാണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ടിഷ്യൂ പേപ്പറൂടെ ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ കളർ പേപ്പറും വെച്ചിട്ട് ഒരു കൊന്നപ്പൂവാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ടിഷ്യൂ പേപ്പർ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ ബോട്ടിൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ ബോട്ടിൽസ് ആണെങ്കിലും എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കളർ പേപ്പർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ യെല്ലോ കളർ അടിച്ചു കൊടുത്താൽ മതി. ഇനി അതും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ ഇല്ലേ, അതിൽ ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെയും ക്ലേയോ അതല്ലെങ്കിൽ പിസ്താഷ്യല്ലോ ഒന്നും കാണുകയില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ്. അപ്പം നമ്മളിവിടെ 2 വള്ളികളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കൂടുതൽ വള്ളികൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ വള്ളികൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളറടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് ബോട്ടിലായതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വള്ളികളെല്ലാം ഫുള്ള് കളറടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് വള്ളികൾ കാണാത്ത വിധത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന പോർഷനിൽ നമുക്ക്, അതായത് വള്ളിയുടെ ലാസ്റ്റ് പോർഷനില്ലേ, അവിടെ നമുക്ക് നമ്മുടെ മുട്ടുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് കറക്റ്റ് കൊന്നപ്പൂവിൻ്റെ ഷേപ്പിലൊന്നും അല്ല ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലേ ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നടുക്ക് ബീഡ്സ് വല്ലതുമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബീഡ്സ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഫ്ലവേഴ്സായിട്ട് തന്നെ വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.